ദേശാഭിമാനി മുക്കിയ വാരാന്ത പതിപ്പ് ഒടുവിൽ പുറത്തിറക്കി. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. VS അച്യുതാനന്ദന്റെ ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിക്കാതിരുന്നതിൽ വിവാദം പുകയുന്നതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ദേശാഭിമാനിയുടെ പുതിയ നീക്കമുണ്ടായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും CPM മുതിർന്ന നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടെയുള്ള അനുസ്മരണ കുറിപ്പ് പ്രസിദ്ധീകരിച്ചെങ്കിൽ പോലും വിവാദമായ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോട് കൂടിയുള്ള ഫീച്ചർ ആകട്ടെ ഈ വാരാന്ത പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇതോടുകൂടി തന്നെ സ്വന്തം പാർട്ടിയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുമോ അല്ലെങ്കിൽ അത്തരത്തിൽ പൊട്ടിത്തെറിയാണോ എന്ന ചോദ്യങ്ങളടക്കം ഉയരുകയാണ്. ഇടത് പാർട്ടിയുടെ പ്രത്യാശാസ്ത്രത്തിൽ വിപരീതമായ നിലപാടാണ് ഇപ്പോൾ പാർട്ടിയുടെ പത്രം പോലും സ്വീകരിക്കുന്നത് എന്ന ഒരു നഗ്നമായ ഒരു സത്യമാണ് പുറത്തു വരുന്നത്. ഇതാകട്ടെ വലിയ ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്നതാണ് പാർട്ടി നേതാക്കളിൽ നിന്ന് പോലും ഉയരുന്ന വിമർശനം. മാത്രമല്ല കള്ളൻ വിജയൻ എന്ന ഫീച്ചർ പിൻവലിച്ചതിന് പിന്നിൽ ഇവിടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണോ, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇതിൽ ഉണ്ടായേക്കുമെന്ന ആരോപണം പോലും ഉന്നയിക്കുന്നുണ്ട്. സാധാരണ ഞായറാഴ്ച പ്രസിദ്ധീകരിക്കാറുള്ള വാരാന്ത പതിപ്പ് ഇത്തവണയാകട്ടെ അച്ചടി പൂർത്തിയാക്കിയ ശേഷവും പുറത്തിറക്കാതിരുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സാങ്കേതിക കാരണങ്ങളാലാണ് ഇത്തരത്തിൽ പ്രസിദ്ധീകരണം വൈകിയിരിക്കുന്നത് എന്നതായിരുന്നു ഔദ്യോഗിക വിശദീകരണം. എങ്കിൽ പോലും വിവാദ ഫീച്ചറിനെ ചൊല്ലിയുള്ള ആഭ്യന്തര തർക്കങ്ങളാണ് യഥാർത്ഥ കാരണം എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. തുടർന്ന് ഫീച്ചർ ഒഴിവാക്കി പുതുക്കിയ പതിപ്പ് പുറത്തിറക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. സംഭവത്തെ പാർട്ടി നേതൃത്വം ഗൗരവമായി കാണുന്നതായും പ്രസിദ്ധീകരണം തടസ്സപ്പെട്ട സാഹചര്യം പരിശോധിച്ചുകൊണ്ട് ഉത്തരവാദികൾക്കെതിരെ അച്ചടക്ക നടപടി ഉൾപ്പെടെ തന്നെ പരിഗണിക്കൽ നടപടിയിലേക്ക് പോകുമെന്നതാണ് സൂചന. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ലേഖന വിവാദത്തിന് പിന്നാലെ ഇപ്പോൾ ദേശാഭിമാനിയാകട്ടെ വീണ്ടും വിവാദത്തിൽ പെടുന്നത് CPFനുള്ളിൽ പോലും പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ VS അച്യുതാനന്ദന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ലേഖനവും കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടെയുള്ള ഫീച്ചറുമാണ് വാരാന്ത പതിപ്പ് വൈകാൻ കാരണമായത് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പിന്നാലെ തന്നെ വിവാദമായ ഫീച്ചർ ഒഴിവാക്കിക്കൊണ്ടാണ് പുതുക്കിയ വാരാന്ത പതിപ്പ് ഇവിടെ പുറത്തിറക്കിയിരിക്കുന്നത്. തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ ഉയരുന്ന വിവാദങ്ങൾ പാർട്ടി നേതൃത്വം ഗൗരവമായി തന്നെ വിലയിരുത്തുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരണം തടസ്സപ്പെട്ട സാഹചര്യം പരിശോധിക്കുവാനും ഉത്തരവാദികൾക്കെതിരെ തന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കുവാനും നേതൃത്വം ആലോചിക്കുന്നതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ഇത്തരത്തിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടും ദേശാഭിമാനി ഇത്തരത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഇത് ആകട്ടെ വലിയ വിവാദങ്ങൾക്കാണ് ആ സമയത്ത് വഴിവെച്ചത്. അന്നും പാർട്ടി നിലപാടിന് വിരുദ്ധമായി തന്നെയുള്ള ഉള്ളടക്കങ്ങളായിരുന്നു ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ ഇടത് പാർട്ടിയും അതേപോലെ ദേശാഭിമാനിയും തമ്മിൽ വലിയ രൂക്ഷമായ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ രഹസ്യമായുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കുള്ളിൽ തന്നെ നടക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു വിവാദം പുറത്തു വരുന്നതിലൂടെ തന്നെ വെളിവാകുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ അന്നും പാർട്ടി നിലപാടിന് വിരുദ്ധമായ ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചെന്ന വിമർശനം ഉയർന്നതിനെ തുടർന്നുകൊണ്ട് പാർട്ടി നേതൃത്വം ചില വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.